നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി. കൊടുംചൂടിൽ പശുക്കളുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാടൻ പശുക്കളേക്കാൾ HF, ജേഴ്സി തുടങ്ങിയ സങ്കരയിന പശുക്കളെയാണ് കൂടിയ ചൂട് ഗുരുതരമായി ബാധിക്കുന്നത്. ഉയർന്ന ശരീര താപനില, അതായത് 104 മുതൽ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ടെമ്പറേച്ചർ ആകാം. അതുപോലെ തന്നെ വായിൽ നിന്നും ഉമിനീർ ധാരാളമായി ഒലിക്കൽ, മൂക്കിൽ നിന്നും നീരൊലിപ്പ്, ഉയർന്ന നിരക്കിലും വേഗതയിലുമുള്ള ശ്വാസോച്ഛ്വാസം, കിതപ്പ്, വായ തുറന്ന് പിടിച്ചുള്ള അണപ്പ്, വിറയൽ എന്നിവയെല്ലാം താപസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പാലുൽപാദനം കൂടുതലുള്ള പശുക്കളെയും ശരീരത്തിൽ കറുപ്പ് നിറം കൂടുതലുള്ള പശുക്കളെയും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ അവസാന സ്റ്റേജിലെത്തി നിൽക്കുന്ന പശുക്കളെയുമാണ് ഉഷ്ണസമ്മർദ്ദം കൂടുതലായി ബാധിക്കുന്നത്. സൂര്യാഘാതമേറ്റ പശുക്കൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിതപ്പ്, തളർന്ന വീഴൽ, അപസ്മാരത്തിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ, വായിൽ നിന്നും ഉമിനീരും പതയും ഒലിക്കുക, അതുപോലെ തന്നെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ്. സൂര്യാഘാതമേറ്റാൽ പശുവിനെ പെട്ടെന്ന് തന്നെ തണലിലേക്ക് മാറ്റി തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുകയും കുടിക്കാൻ ധാരാളമായി വെള്ളം നൽകുകയും വേണം. ചൂട് കൂടിയിട്ടുള്ള സമയങ്ങളിൽ പശുക്കൾക്ക് സൂര്യാഘാതമേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. പകൽ 11-നും 3-നും ഇടയിലുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലത്ത് പശുക്കളെ മേയാൻ വിടുന്നതും കെട്ടിയിടുന്നതും, ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഉയരവും വായുസഞ്ചാരവും കുറഞ്ഞ തൊഴുത്തിൽ പാർപ്പിക്കുന്നതും ഒഴിവാക്കണം. ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കി തണലുള്ള സ്ഥലങ്ങളിൽ പാർപ്പിക്കണം. പശുക്കളെ വാഹനത്തിൽ കയറ്റിയുള്ള ദീർഘദൂര യാത്രകൾ രാവിലെയും വൈകുന്നേരങ്ങളിലുമായി ക്രമീകരിക്കുന്നതും നല്ലതായിരിക്കും. ഉഷ്ണസമ്മർദ്ദം ഒഴിവാക്കാനായി തൊഴുത്തിനുള്ളിൽ നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. അതിനായി ഫാനുകൾ ഉപയോഗിക്കാവുന്നതാണ്. തൊഴുത്തിലെ മേൽക്കൂരയ്ക്ക് കീഴെയായി പനയോല, തെങ്ങോല, ടാർപോളിൻ, ഗ്രീൻ നെറ്റ് ഇവയിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് സീലിംഗ് ഒരുക്കുന്നതും തൊഴുത്തിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. തൊഴുത്തിന് മുകളിൽ സ്പ്രിംഗ്ലർ ഒരുക്കി തൊഴുത്തിൻ്റെ മേൽക്കൂര നനച്ചു നൽകാവുന്നതാണ്. സ്പ്രിംഗ്ലർ, മിസ്റ്റ്, ഷവർ എന്നിവയിലേതെങ്കിലും ഒരുക്കി പശുക്കളെ നനയ്ക്കുന്നത് ഉഷ്ണസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നിർജ്ജലീകരണം തടയാനും പാലുൽപാദന നഷ്ടം കുറയ്ക്കാനും തൊഴുത്തിനുള്ളിൽ 24 മണിക്കൂറും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണം. ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ സംവിധാനം തൊഴുത്തിനുള്ളിൽ ഒരുക്കിയാൽ എപ്പോഴും കുടിവെള്ളത്തിൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. കാലിത്തീറ്റയും വൈക്കോലും നൽകുന്നത് ചൂട് കുറഞ്ഞ സമയങ്ങളിലും രാത്രികാലങ്ങളിലുമായി ക്രമീകരിക്കണം. പകൽ സമയങ്ങളിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള തീറ്റപ്പുല്ല് നൽകണം. അസോള, ശീമക്കൊന്ന, അകത്തി, പീലിവാക, മൾബറി, മുരിങ്ങ, ഈർക്കിലിമാറ്റിയം, തെങ്ങോല എന്നീ ഇലത്തേറ്റകളും നൽകാം. ഉമിനീർ കൂടുതലായി നഷ്ടപ്പെടുന്നത് മൂലം പശുക്കളുടെ ആമാശയത്തിൽ ഉണ്ടായേക്കാവുന്ന അസിഡിറ്റി ഒഴിവാക്കാനായി 1 കിലോഗ്രാം കാലിത്തീറ്റയിൽ 10 ഗ്രാം സോഡാപ്പൊടി അഥവാ അപ്പക്കാരം മിക്സ് ചെയ്ത് നമുക്ക് നൽകാവുന്നതാണ്. 1 കിലോഗ്രാം സാന്ദ്രീകൃത കാലിത്തീറ്റയ്ക്ക് 10 ഗ്രാം ധാതു ജീവക മിശ്രിതവും ആകത്തീറ്റയിൽ 10 ഗ്രാം മുതൽ 25 ഗ്രാം വരെ കല്ലുപ്പും ചേർത്ത് നൽകുന്നതും ഗുണകരമാണ്. കുടിവെള്ളത്തിൽ ഫീഡപ്പ് കൂൾ പോലുള്ള ഇലക്ട്രോലൈറ്റ് മിക്സ് ചെയ്ത് നൽകുന്നതും നല്ലതാണ്. വേനൽക്കാലത്ത് പശുക്കളിൽ മതി കാണിക്കുന്നതും മതിയുടെ ദൈർഘ്യം കുറയാൻ ഇടയുള്ളതും കൊണ്ട് അതിരാവിലെയും സന്ധ്യയ്ക്കും മതി നിരീക്ഷിക്കേണ്ടതാണ്. പശുക്കളിൽ കൃത്രിമ ബീജദാനം നടത്തുന്നത് തണലുള്ള സ്ഥലത്ത് വെച്ചായിരിക്കണം. കടുത്ത ചൂടുള്ള സമയങ്ങളിൽ കൃത്രിമ ബീജദാനം നടത്തുന്നത് ഒഴിവാക്കണം. വേനൽക്കാലത്ത് രാവിലെയോ വൈകിട്ടോ ആയിട്ട് ഇൻസെമിനേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രോഗാണുവാഹകരായ പട്ടുണ്ണികൾ പെറ്റുപെരുകുന്ന സമയമാണ് വേനൽക്കാലമെന്ന് പറയുന്നത്. രക്തമൂറ്റി കുടിക്കുന്ന പട്ടുണ്ണികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ പട്ടുണ്ണി നാശിനികൾ ഉപയോഗിച്ച് അവയെ പശുക്കളുടെ ദേഹത്തു നിന്നും ഒഴിവാക്കേണ്ടതാണ്. തൈലേറിയോസിസ്, ബബീസിയോസിസ്, അനാപ്ലാസ്മോസിസ് തുടങ്ങിയ രക്താണു രോഗങ്ങൾ കേരളത്തിൽ വേനൽക്കാലത്ത് പശുക്കളിൽ ധാരാളമായി കണ്ടുവരുന്നു. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ ഒരു വെറ്ററിനറി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. സൂര്യാഘാതമേറ്റ് ഒരുപാട് പശുക്കൾ ചത്തുപോകാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വെച്ച് പശുക്കളെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.